കുമ്പള ദേരമ്പളയിലെ നിരവധി കുടുംബാംഗങ്ങൾ പാലമെന്ന ആവശ്യത്തിനായി അധികാരികളുടെ കനിവ് തേടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകും. അധികാരികൾ തീർത്തും തങ്ങളെ അവഗണിക്കുകയാണെന്നറിഞ്ഞതോടെയാണ് ഗത്യന്തരമില്ലാതെ ഇവർ കവുങ്ങൻതടിയിൽ താൽക്കാലിക പാലം തീർത്തത്. ഈ വർഷകാലത്തും മരണഭയത്തോടെയാണ് ഇവർ പാലം താണ്ടി മറുകരയിലെത്തിയത്. കഴിഞ്ഞ 4 വർഷമായി ദേരമ്പളയിലെ ഈ പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിലൂടെയാണ് മീഞ്ച, മംഗൽപാടി, പൈവളികെ പഞ്ചായത്തിലെ ജനങ്ങൾ ദുരിതയാത്ര ചെയ്യുന്നത്. ഇപ്രാവശ്യം മഴക്കാലം തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വെള്ളം ഇതുവരെ കയറിയിട്ടില്ല. അല്ലെങ്കിൽ ഈ ബ്രിഡ്ജിന്റെ മുകളിലെല്ലാം വെള്ളം കയറി. കേരള കർണാടക അതിർത്തി ഗ്രാമമായ കുമ്പള ദേരമ്പളയിലെ ജനങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിലൂടെ സാഹസിക യാത്ര നടത്തി വേണം ദിവസവും യാത്ര ചെയ്യാൻ. വർഷങ്ങൾക്ക് മുൻപ് മഴവെള്ളപ്പാച്ചിലിൽ തകർന്ന കോൺക്രീറ്റ് പാലം ഇപ്പോഴും പുഴയ്ക്ക് കുറുകെ സ്മാരകം പോലെ കിടക്കുകയാണ്. 2003 നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് നിർമ്മിച്ച പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ആരംഭത്തിൽ തന്നെ അശാസ്ത്രീയതയും അഴിമതിയും ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു. ദേരമ്പള പാലത്തിനായി 4 വർഷക്കാലമായി കാത്തിരിക്കുന്ന ഇവർക്ക് അധികാരികളിൽ നിന്ന് വാഗ്ദാനങ്ങൾ മാത്രമാണ് ലഭിച്ചത്. വോട്ട് തേടിയെത്തുന്ന രാഷ്ട്രീയക്കാർ പോലും ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നത് ദൗർഭാഗ്യകരം. ഈ പാലം ഇപ്പോൾ പൊളിഞ്ഞു വീണിട്ട് ഏകദേശം 3 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് പറയാം. ഏകദേശം നമ്മൾ കുറേ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പാലം പറയുന്നത് ഈ മീഞ്ച പഞ്ചായത്തും പൈവലിക പഞ്ചായത്തും മംഗൽപാടി പഞ്ചായത്തും ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ്. അപ്പോൾ ഈ പാലം ഇവിടെ തിരിച്ചു വന്നാൽ ഈ നാട്ടിൽ ഏകദേശം ഒരു 100-150 വീട് ഇപ്പുറ സൈഡും, ഏകദേശം ഇത് ഇപ്പുറ സൈഡ് പോയാൽ പുത്തൂർ ഇങ്ങോട്ട് ഉപ്പള പോയ ഹൈവേ കണക്ട് ചെയ്യുന്ന റോഡാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം 10-12 കിലോമീറ്റർ തിരിച്ചിട്ടാണ് ഇങ്ങോട്ട് ഉപ്പള അങ്ങോട്ട് പോകുന്നത്. കുറേ പ്രാവശ്യം കംപ്ലയിൻറ്റ് ചെയ്തിട്ടും പേപ്പറിലും ന്യൂസ് ചാനലിലും എല്ലായിടത്തും വന്നിട്ടും ഇതുവരെ നമ്മൾ ഇവിടുത്തെ നാട്ടിലുള്ള MLA ആയാലും MP ആയാലും ആരും ഒരു ഇനിഷ്യേഷനും എടുത്തിട്ടില്ല. MLA ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ MP ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാലം ഇപ്പോൾ ഈ പാർട്ടിക്കാരും എല്ലാവരും വന്നിട്ട് ഇലക്ഷൻ അജണ്ട ആയിട്ടാണ് മാത്രമേ കാണിക്കുന്നത്. ഇലക്ഷൻ്റെ സമയത്ത് മാത്രമേ വന്നിട്ട് ഈ പാലത്തിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ട് ഈ നാട്ടുകാരെ വിശ്വസിപ്പിച്ചിട്ട് മാത്രമാണ് പോകുന്നത്. അതല്ലാതെ ഒരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല. ഇത് എല്ലാ ചാനലിലും ന്യൂസ് പേപ്പറിലും വന്ന കാര്യങ്ങളാണ്. ഏകദേശം ഈ ഇലക്ഷൻ്റെ സമയത്ത് വന്ന ഈ പാർട്ടി നേതാക്കന്മാരും പിന്നെ അതുപോലെ തന്നെ കുറേ ചാനൽമാർ ആൾക്കാരും വന്നിട്ടുണ്ട്. അവർ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചാനലിനെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവിടുത്തെ നാട്ടുകാരുടെ അവസ്ഥ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇവിടുത്തെ ലോക്കൽ മെമ്പറായാലും ഇവിടുത്തെ ഈ MLA ആയാലും MP ആയാലും ഒരാളും ഇവിടുത്തെ ഈ പാലം പുനർപണിയാൻ വേണ്ടിയിട്ട് ആരും ശ്രദ്ധിച്ചിട്ടുമില്ല, ചെയ്യാൻ ഒരു സമ്മതം നടത്തിയിട്ടില്ല. നിരവധി തവണ അപകടം സംഭവിച്ച ഇവിടെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഈ കവുങ്ങിൻ പാലം ഉപയോഗിച്ച് നടപ്പാത ഒരുക്കിയത്. ഇതിനൊരു അറുതിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ പ്രദേശവാസികൾ. ഇലക്ഷൻ സമയത്ത് മാത്രമാണ് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഇവിടെ എത്താറ്. പതിവ് പോലെ വാഗ്ദാനങ്ങൾ പലതും നൽകാറുണ്ടെങ്കിലും ഇതുവരെയായും അതൊന്നും തന്നെ പാലിക്കാൻ ഇവർക്കായിട്ടില്ല. കഴിഞ്ഞ 4 വർഷമായി വിദ്യാർത്ഥികളും രോഗികളും ഉൾപ്പെടെയുള്ളവർ ഈ പാലത്തിലൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ഈ പാലത്തിനൊരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുട്ടാത്ത വാതിലുകളില്ല. പഞ്ചായത്തിലും MLAയും MP ഓഫീസും കയറിമടുത്ത ഇവർ ഇനി കളക്ടറെ കാണാനുള്ള ഒരുക്കത്തിലാണ്. പാലുകൊണ്ട് പാലം കടക്കുന്ന ക്ഷീരകർഷകരും ബീഡി തൊഴിലാളികളും ഉൾപ്പെടെയുള്ള പ്രായം ചെന്ന കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മറുകരയെത്തിക്കുന്നത് മരണഭയത്തോടെയാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ താൽക്കാലികമായി കവുങ്ങിൻ തടി ഉപയോഗിച്ച് നിർമ്മിച്ച പാലം കടക്കുമ്പോൾ ബീഡി തൊഴിലാളിയായ മിയാപദവ് സ്വദേശിനി അപകടത്തിൽപ്പെട്ടിരുന്നു. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അന്ന് ജീവൻ തിരിച്ചു കിട്ടിയത്. ഇനിയൊരു അപകടം സംഭവിക്കാതിരിക്കുന്നതിന് മുൻപ് തന്നെ പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. വീട് കൊണ്ടുപോകുമ്പോൾ ഒരു പെണ്ണുങ്ങയിൽ പാലത്തിന് തായ്ബീനും പിന്നെ എന്തായിട്ടില്ല, പിന്നെ എന്തായിട്ടില്ല എങ്കിൽ അതൊരു നമുക്കൊരു വളരെ ഡേഞ്ചറല്ലേ എങ്ങനെയല്ല പോകുന്നു. ഇപ്പോൾ പോകുന്നു. ഇപ്പോൾ ഇന്ന് കാലത്തെ എല്ലാ കുട്ടികൾ പോയി വീട് കൊണ്ടുവന്ന ആൾ പോയി എന്നായെങ്കിൽ ആയെങ്കിൽ നമ്മളെല്ലാം ഇത് 3 വർഷമായല്ലേ പിന്നെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്ത് എന്ത് ഇതില്ലല്ലേ അങ്ങനെ ഒരു അതിന് പെട്ടെന്ന് നമുക്കൊന്ന്
ആയെങ്കിൽ എല്ലാ നാട്ടുകാർക്കും വലിയ ഉപകാരമാണ് ഇപ്പോൾ പറയുന്നത് ജനക്കാർ. ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കാതായതോടെ ഇനി ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും അനുഭാവപൂർണമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണിവർ. പാളം വേണ്ടിയിട്ട് കുറേ ടൈമായി കൊല്ലായി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എല്ലാം നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നവർക്കെല്ലാം കൊടുത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി. അത് എന്ത് ഇതായിട്ടില്ല, എന്ത് കൊണ കിട്ടിയിട്ടില്ല നമുക്ക്. ഇനിയിപ്പോൾ കളക്ടറിൻ്റെ ഇതിലേക്ക് ഒരു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. കംപ്ലൈൻറ്റ് എന്ത് വേണം അതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലൊന്ന് നോക്കണം എന്താവുന്ന ಹೇಳ್ട്ട്. ഇനി കംപ്ലൈൻറ്റ് കളക്ടർ ഓഫീസിലേക്ക് പോയിട്ട് അവിടെ കംപ്ലൈൻ്റ് എല്ലാം ഒന്ന് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ഓപ്സ് ഇല്ലാതെ കളക്ടർ എന്തെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യൂ ഹെൽപ്പ് ചെയ്യൂ എന്നിട്ട് ഒരു ഓപ്സ് ഉണ്ട്. അതിപ്പോൾ എന്താണെന്ന് നോക്കുന്നത് തന്നെ. കളക്ടർ ഈ ഭാഗത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ കളക്ടർ കൂടി നമ്മൾ അറിയിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് കളക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ നാട്ടുകാർക്ക് കുറച്ചെങ്കിലും ഉപകാരപ്പെടും. സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ ഈ ദുരിതയാത്ര താണ്ടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. പാലം കടക്കാനുള്ള ഭീതി കൊണ്ട് കിലോമീറ്ററുകൾ ചുറ്റി ഓട്ടോയിൽ സഞ്ചരിക്കുന്ന സാധാരണ കൂലിത്തൊഴിലാളികളായ ഇവർക്ക് വലിയ തുകയാണ് വേണ്ടിവരുന്നത്. പാലത്തിനായി ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ടെന്നുള്ള ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും വാക്ക് കേട്ടുമടുത്ത് ഇവർക്ക് ഇനി വേണ്ടത് ഒരു ഉറപ്പാണ്, പാലം എന്ന് യാഥാർത്ഥ്യമാകുമെന്നത്. രോഗികളായവരെ മറുകര എത്തിക്കുന്നതിനെങ്കിലും അധികൃതർ കനിയണമെന്നാണ് ഇവർ അഭ്യർത്ഥിക്കുന്നത്. ധൈര്യം കണ്ണല പോടണ്ടവനെ ആധാരം ಅಂತ പോടാപ്പുണ്ട് ಅಂಚನೆ ಎಂಕ್ಲು ಊರ್ದಾಕ್ಲು ಮಾತ ಒಂಜಿ ಬೀಡಿ ಕಟ್ಟದು ಜೀವನ ಕರಿಪುನಕ್ಲು ಅಕ್ಲು ಜೀವನ ಕರಿಪುನ ಒಂಜಿ ವಾರಡ್ 230 ರೂಪಾಯಿ ಮಜೂರಿ ಇತ್ತಂಡ ಎಂಕ್ಲು ಮೂಲೆ ಪೋಂಡನೆ ಎಂಕ್ಲೆಗ ಆಧಾರ ಅದಿತ್ತು ಇತ್ತ ಮಿಯಪದವ ಅದು ಪೋದು ಒಂಜಿ ಸುತ್ತ ಅದು ಅಟ್ಟಗೊಳ್ಳಿ ಅದು ಬರ್ತದೆ ಎಂಕ್ಲೆ ಜೋಡ್ ಕಲ್ಗೆ ಬರೋಡನ್ನ ರಿಕ್ಷಾಗ 400 ರೂಪಾಯಿ ಆಪುಂಡು. ಅವು ಬೀಡಿ ಕಟ್ಟದ್ಲ ಪ್ರಯೋಜನ ಇಜ್ಜಿ ಒಂಜಿ ಇಲ್ಲಗ ಬೋಡೈನ ಆಹಾರ ವಸ್ತು ಕೊಂದರೆಗ್ಲ ಒಂಜಿ ತುಂಬೊಂದು ಹೊರ ಒಂಜಿ ಹಿರಿಯಕ್ಕಲು ಇತ್ತಂಡ ಅಕ್ಲೆಗ್ಲ ಉಸರಿಜ್ಜನೆ ಅಕ್ಲುಪ್ಪುನು ಅಂಡೆ ಇಲ್ಲ ಜವಾಬ್ದಾರಿ ಪುನ ಆಂಜೋಕ್ಲಾಡು ಅಕ್ಲೆಗ್ಲ ಒಂಜಿ ಪೋಪು ನಂಚಿನ ವ್ಯವಸ್ಥೆ ಎಲ್ಲ ಇಜ್ಜಿ ದುಂಬಂಡ ಅಕ್ಲೆ ಒಂಜಿ ಆಧಾರ ಅದು ಕೊಂದತ್ತು ಕೊರ್ಪುನ ಮತ್ತು ಮಂತೊಂದಿತ್ತೇರು ಇತ್ತ ಅಕ್ಲೆಗ್ ಪೋಯರ ಬರೆಯರ್ಲ ಬಂಗ ಅವನುಂಡು ಅಂಚೆ ಎಂಕ್ಲೆ ಒಂಜಿ ಈ ವರ್ಷ ಅನ್ನಲ್ಲ ಒಂಜಿ ಸಂಕ ಮಂತು ಕೊರಡು ಮಲ್ಲ ರೋಡ್ ಮಂತದೇರು ಸಂಕ ಮಂತು ಪಂಡು ಬೈದನಂದು ಪಂಡು ಈತನಡ ಸಂಕ ಆತಿಜಿ ನನದ ಜೀವನದ ಜೋಕ್ಲೆಗ್ಲ ಎಂಕ್ಲೆಗ್ಲ ಎಂಚಂದು ಗೊತ್ತಬ್ಜಿ ಒಂಜಿ ವೇಳೆ ನಡು ರಾತ್ರಿ ಜೋಕ್ಲೆ ಉಸರಿಜ್ಜಿಂದನಾಗ ಎಂಕ್ಲೆ ಪಾಯರ ಬರಿಯರ ಬಂಗ ದಾದ ಮನ್ ಪೊಡುಂದ ಗೊತ್ತಬ್ಜಿ ರಿಕ್ಷಾಲೆಜ್ಜಿ ಈ ಎರಡು ಒಂಜಿ ರಿಕ್ಷಾ ಸ್ಟ್ಯಾಂಡ್ ಪನ್ಪುನೆಲ್ಲ ಕೈ ತಲ್ಡಲಿಜ್ಜಿ ಓಡ ಫೋನ್ ಮಂತದೇ ಪನ್ನೋಡತ್ತಂದು ಅಕ್ಲೆ ಇರ್ಲಿ ರಾತ್ರಿ ಮಾತ್ರ ಬರ್ಪುಜಿ ಅಂಚೆ ಯಾನು ಮೂಲಿತ್ತಿನಲ್ಲಿ ಎಂಕ್ ಪೋಡಿದೆ ನಾ ಜೋಕ್ಲೆನ ರಕ್ಷಣೆಗೋಸ್ಕರ ಯಾನು ನನ್ನ ಅಪ್ಪೆಲ್ಲಡೆ ಹೋದು ನಾ 3 ವರ್ಷ ಕುಲ್ಯೆ ಇತ್ತಕ್ಕೆ ಹಿರಿಯಾಗ ಇತ್ತ ಮಗಲು ಇತ್ತ ಶಾಲೆ ಪಾಯರೆ ಉಂಡು ಅಂಚದು ಬತ್ತೆ ಇಲ್ಲದ ಹಿರಿಯಕ್ಲೆಗ್ಲ ಪ್ರಾಯದಕ್ಲೆ ಅಕ್ಲೆಗ್ಲ ತೀರುಜಿ ಅಂಚದು ಬಂಗಾತಿನಿ ಒಂಜಿ ಒಯ್ಕಣ ಪೋಡನೆ ಯಾನೇ ಪೋಡಮ್ ನನ್ನ ಹಸ್ಬೆಂಡ್ ಮ್ಯಾಂಗ್ಳೂರು ಅಂಚಿದ ಅದು ತಿಂಗೊಲ್ಗೊರ ಬರ್ಪುನಿ ಅಂಚದು ಬಂಗಾದಿತ್ತು ದಾದ ಮನ್ ಪೊಡುಂದು ಗೊತ್ತಬ್ಜಿನಿ ಕ್ಲೆಂಚಾನಲ್ಲ ದಯಮಂತ ಅದೊಂಜಿ ಸಂಕ ಕಟ್ಟದು ಕೊರ್ನ ಯಾವ ಒಂಜಿ ರಿಕ್ಷಾ പോപ്പനಂಚಿನ ವ್ಯವಸ್ಥೆ ಅವನ್ನೆಲ್ಲ ಯಾವ ಇಂಕ್ಲಿ ആത്തനല്ല മന്ത് കൊണ്ട. പാലവും അനുബന്ധ റോഡും യാഥാർത്ഥ്യമായാൽ മംഗലാപുരത്തേക്കും പുത്തൂരേക്കും കാസർഗോഡേക്കും യാത്ര ചെയ്യുന്നവർക്ക് വലിയ ആശ്വാസവും സാമ്പത്തിക ലാഭവും ഉണ്ടാകും. ആ റോഡിൻ്റെ അടുത്താണ്. അപ്പോൾ നിയർ ബൈ ഉള്ളത് നമ്മളെ പ്രധാനമന്ത്രി സടക്ക് യോജനയിൽ വന്ന റോഡാണ്. അപ്പോൾ ഇതും ഇപ്പുറ സൈഡുള്ള ഒരു പഞ്ചായത്ത് റോഡാണ് ബന്ധിപ്പിക്കുന്നത്. ഈ റോഡ് ഏകദേശം മാംഗ്ലൂരും പുത്തൂരും ഇങ്ങോട്ട് കാസർഗോഡ് പോകുന്ന എല്ലാവരും യൂസ് ചെയ്യുന്ന റോഡാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ നാട്ടിലുള്ള പ്രതിനിധിമാർ MLA MP അതുപോലെ തന്നെ കളക്ടറിൻ്റെ സപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. കോടികൾ മുടക്കി സർക്കാർ നിർമ്മിക്കുന്ന പാലങ്ങൾ മാസങ്ങൾക്കകം തന്നെ തകർന്നു വീഴുന്ന കാഴ്ചകൾ നമ്മുടെ മുന്നിൽ നിരവധിയാണ്. ഇങ്ങനെയൊരു യാഥാർത്ഥ്യം മുന്നിലുള്ളപ്പോഴാണ് നൂറുകണക്കിന് സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി അധികൃതരുടെ കനിവിനായി കാലങ്ങളായി കാത്തിരിക്കുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. പൊതുപക്ഷത്തിൽ.